എനിക്ക് അച്ഛന്റെ വില്ലൻ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ വില്ലൻ ക്യാരക്ടറില്ല. എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും പറയാം, ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ദിലീപേട്ടന്റെ അച്ഛനായിട്ടുള്ള അഭിനയിച്ച ക്യാരക്ടറാണ് എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛനെ കടത്തി വെപ്പിച്ചു മകൻ അഭിനയത്തിൽ അങ്ങനെ എന്തെങ്കിലും? ഒരു ലിപ് ലോക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി എന്റെ കഥാപാത്രത്തിൽ. കല്യാണം പഠിച്ചു കഴിഞ്ഞാണ് മരുമോട് പറഞ്ഞുള്ള സീനൊക്കെ കല്യാണം കഴിഞ്ഞു. ആ സീനെല്ലാം ഹരീഷേട്ടൻ ചെയ്തു. കണക്കുമാരുടെ ജീവിതത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഹായ്, ഞാൻ അശ്വതി. കൗമുദി മൂവീസിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മധുരക്കണക്ക് എന്ന സിനിമയിലെ ക്രൂ മെമ്പേഴ്സ് ആണ്. ഹായ്, നമസ്കാരം. നമസ്കാരം. അപ്പൊ മധുരക്കണക്ക്, അതാണ് ഇപ്പോഴത്തെ വിശേഷം. മധുരക്കണക്ക് മധുരം നിറഞ്ഞ ഒരു കണക്കാണ്. മധുര പ്രതികാരം എന്നൊക്കെ കേട്ടുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും ആണ്? കണക്കിന്റെ കളികൾ അറിയാലോ. പല വിചാരിക്കാത്ത പല വഴികളിലും കൂടി യാത്ര ചെയ്ത് അവസാനം കിട്ടുന്ന ഉത്തരം എന്താണെന്ന് ഉത്തരം കിട്ടുമ്പോൾ മാത്രം മനസ്സിലാക്കാവുന്ന, കണക്ക് ചെയ്യുന്നവന് പോലും മനസ്സിലാക്കാവുന്ന ഒരു കളിയാണല്ലോ കണക്കിന്റെ എല്ലാ കളികളും. അങ്ങനെയുള്ള ഒരു കണക്കുമാഷിന്റെ ജീവിതത്തിലൂടെയാണ് ഈ മധുരക്കണക്ക് കടന്നു പോകുന്നത്. ട്രെയിലർ കണ്ടപ്പോ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ, ഒരു ക്രൈം ത്രില്ലർ അങ്ങനെ എനിക്ക് തോന്നി. ഭയങ്കര BGM ഒക്കെ ഇട്ട് ട്രെയിലർ ഇറക്കിയപ്പോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഫാമിലിയുടെ സെന്റിമെന്റ്സ് മാത്രം പറഞ്ഞു പോകുന്ന സാധനമല്ല, മറിച്ച് ഫാമിലിയുടെ ഒരു പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ട്, ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിന്റെ ഒരു ത്രില്ലർ രീതിയിലേക്ക് പോകുന്ന ഒരു കഥാതന്ത്രമാണ്. ഇപ്പം ഹരീഷ് ചേട്ടനാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. പിന്നെ ഹൈലൈറ്റ് ഒന്നും ചേട്ടന്റെ മകനാണ് നായകൻ അല്ലേ? ഇപ്പം ഫസ്റ്റ് മൂവിയാണ് മോന്റെ. അതെ അതെ, അവന്റെ ആദ്യത്തെ സിനിമയാണ്. പേര് വിഷ്ണു എന്നാണ്. ഇതില് കഥയാണ് ശരിക്കും നായകൻ എന്ന് പറയുന്നത്. ഇതിലിപ്പോ ഈ ഇരിക്കുന്നവരിൽ എല്ലാവരും നിർമ്മല ചെയ്ത ക്യാരക്ടർ പേര് ദീപാങ്കുരൻ എന്നാണ്. സെന്തിൽ ചെയ്ത ക്യാരക്ടർ ദിനേശൻ എന്നാണ്. ഇപ്പൊ വരാനിരിക്കുന്ന ഹരീഷ് കണാരന്റെ ഒരു ശക്തമായ മറ്റൊരു കഥാപാത്രമുണ്ട്, പുരുഷോത്തമൻ. അപ്പൊ ഈ കഥയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും കൃത്യമായ ഒരു സ്ഥലം അനുവദിച്ചുകൊണ്ട് തന്നെ കഥ നായകതുല്യമായ ഒരു ഒത്തിരി കൊണ്ടുപോകുന്ന രീതിയിലാണ്. അപ്പൊ കഥ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ നായകൻ. അപ്പൊ എങ്ങനെയുണ്ട് ഫസ്റ്റ് മൂവി, അതും അച്ഛന്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോ? ഫസ്റ്റ് മൂവി ക്യാമറയുടെ മുന്നിൽ ഇത് ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ക്യാമറ ഫ്രണ്ടിൽ ഒരു ക്യാരക്ടർ ഒക്കെ ചെയ്യുക, സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള കുറെ നാളായിട്ടുള്ള ആഗ്രഹം. റൊമാൻറ്റിക് ആയിട്ടുള്ള നായകനാണോ അതോ? ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഭയങ്കര ഫാന്റസി കഥയല്ല. നമ്മൾ സ്ഥിരം നമ്മുടെ ജീവിതത്തിലൊക്കെ കാണുന്ന ടൈപ്പ് സംഭവിക്കാൻ നമ്മൾ സ്ഥിരം നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ടൈപ്പ് ഓഫ് ഒരു കപ്പിൾസിന്റെ ഇടയിൽ കാണുന്നതും ഒരു സാധാരണ ഒരു ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതും അങ്ങനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കഥയാണ്. അതിൽ റൊമാൻസ് ഉണ്ടോന്ന് വെച്ചാൽ ഓക്കെ, റൊമാൻറ്റിക് നായകനാണ്. എന്നാ റൊമാൻസ് മാത്രമല്ല, അതിൽ ആ ക്യാരക്ടറിന് കുറെ ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ ഇതിലിപ്പം പിന്നൊരു ക്യാരക്ടർ നായകന് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റില്ല. അത് നമ്മൾ ഏത് ആംഗിളിൽ നിന്നാണ് സിനിമ കാണുന്നതനുസരിച്ച് നമുക്ക് ഓരോ, ഇപ്പൊ ഈ പറഞ്ഞ അതേപോലെ ഒരു 4-5 മെയിൻ കഥാപാത്രങ്ങളുടെ ഓരോരുത്തരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ആ കഥയ്ക്ക് വേറെ ഡിഫറൻസ് ചെയ്യണമാണ്. അപ്പം അങ്ങനെ നമുക്ക് ഇന്നൊരാള് നായകന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയിൽ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് അതിന്റെ. സെന്തിൽ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ഭയങ്കര ഫാനായെന്ന് വെച്ചാൽ മണിച്ചേട്ടന്റെ മൂവി ഞാൻ കണ്ട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര അഭിനയം. എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ചേട്ടനെ കാണണമെന്ന്. പക്ഷെ എനിക്കതൊന്ന് സാധിച്ചു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമായിരുന്നു. ഓക്കെ, അപ്പം അതിനുശേഷം ഓസിലർ, അങ്ങനെ ഒത്തിരി മൂവീസ് ഒക്കെ ഹിറ്റാണ്. അപ്പൊ ഇപ്പൊ മധുരക്കണക്ക് എന്ന മൂവി എങ്ങനെയുണ്ട്? ഇതിന്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് ചെയ്തേക്കുന്നത്. വില്ലനാണോ? സർപ്രൈസ്. അത് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഥാപാത്രത്തിന്റെ ഒരു പ്രാധാന്യം. കാരണം ഈ ഹരീഷേട്ടൻ എന്നെ ഈ പടത്തിന് വിളിച്ചപ്പോൾ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആ ക്യാരക്ടർ, അങ്ങനത്തെ ക്യാരക്ടറൊക്കെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കിട്ടും. അത്രയും നല്ലൊരു ക്യാരക്ടറാണ്. ഇതുവരെ ചെയ്തതിൽ ഡിഫറെന്റ് ആണോ? അങ്ങനെ വലിയ ഒരുപാട് സീനുകളുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല, പക്ഷെ ഉള്ള സംഭവം പൊളിയാണ്. ഓക്കെ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ക്രൂവിന്റെ കൂടെ ഉള്ള ഒരു സെറ്റ്? ഹരീഷേട്ടനായിട്ടാണ് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് കൂടുതലും. ഒരു രാത്രി 2-3 ദിവസം രാത്രിയായിരുന്നു ഞങ്ങളുടെ സീനുകൾ ഷൂട്ട് ചെയ്തത്. വളരെ രസമായിട്ട് ഞങ്ങള് കോഴിക്കോടിലെ ഭ്രാന്തപ്രദേശങ്ങളിലൂടെ നല്ല രീതിയിൽ. കോഴിക്കോടായിരുന്നു ഷൂട്ട്? കോഴിക്കോടായിരുന്നു ഷൂട്ട്. അങ്ങനെ ഹരീഷേട്ടന്റെ ക്യാരക്ടർ ഒരു അധ്യാപകനായിരുന്ന ആളാണ്. അപ്പോൾ ആ അധ്യാപകന്റെ പഠിപ്പിച്ചിരുന്ന
ഒരു ശിഷ്യനാണ്. ബാക്കി കഥ പറയട്ടെ. ഓക്കെ, നിർമ്മൽ ചേട്ടാ, സാധാരണ മൂവീസിലൊക്കെ നമ്മളാണ് കുറച്ച് ഫണ്ണി ക്യാരക്ടേഴ്സ് ഒക്കെ, ആൾക്കാരെ ചിരിപ്പിക്കുന്ന കുറെ ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് സിനിമയിൽ. അപ്പൊ ഇതില് അതുപോലെ എന്തെങ്കിലും ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണോ? സീരിയസ് ക്യാരക്ടറാണ്. സീരിയസ് എന്ന് പറഞ്ഞൂടാ, ചില നമുക്ക് ഇഷ്ടമുള്ള ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചിലർ ചോദിക്കും ഈ കോമഡി അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ, ഒരുപാട് കോമഡി ഒന്നും ആവശ്യപ്പെടുന്നില്ല, ഞാൻ കുറച്ച് സ്കിറ്റുകളാണ് കൂടുതൽ. എന്നാലും ചോദിക്കും കോമഡി അല്ലാണ്ട് നമുക്ക് കിട്ടണ്ടേ, ആരെങ്കിലും തരണ്ടേ ഇങ്ങനെ ഒരു സാധനം ചെയ്യുമോ? ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളൊരു കോമഡി സംഭവം ചെയ്താൽ പിന്നെ എല്ലാ മൂവീസിലും അങ്ങനത്തെ ഒരു ഇത് കൊടുക്കും, അങ്ങനെയാണ്. സിനിമയിൽ ചാൻസ് ചോദിക്കുമ്പോൾ നിനക്ക് പറ്റിയതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റിയ കോമഡിയാന്ന് അവർ ഉറപ്പിച്ചു പറയും. അപ്പൊ അതിൽ വേറെ വ്യത്യസ്തമായി ചെയ്യാൻ ആരെങ്കിലും അറിഞ്ഞു തരണം. അപ്പൊ ചേട്ടന്റെ ഉള്ളിൽ വേറൊരു കഴിവും കൂടെ ഉണ്ട് എന്നാണ് തന്ന കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആഗ്രഹിക്കുന്നുണ്ട്, എന്റെ ഉള്ളിലുണ്ടെന്നല്ല, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി. കോമഡി ഇല്ലാത്ത വേറൊരു ക്യാരക്ടർ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള ഒരു സെറ്റിലുള്ള? ഞാൻ എല്ലാവരും ചോദിക്കും ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏതാണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ പറയാൻ ഒരു വലിയ ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഹരീഷ് ഏട്ടന്റെ കൂടെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഹരീഷ് ഏട്ടന്റെ അപ്പുണ്ണികളുടെ നാടകം എന്ന് പറഞ്ഞ ആ ഷോ തൊട്ട് ഞങ്ങൾ കുട്ടികളുടെ മുമ്പിൽ നിന്ന് കാണുന്ന കാലത്ത് ഹരീഷ് ഏട്ടന്റെ ഫാനായിട്ടുള്ള ആളാണ്. ആ ഫാനായിട്ട് മാറി നിന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് അരിമാരെ ചേർത്ത് പിടിച്ച ആളാണ് ഹരീഷ് ഏട്ടൻ. അപ്പൊ ഹരീഷ് ഏട്ടന്റെ കൂടെ ചെയ്യാൻ എപ്പോൾ ചെയ്താലും എങ്ങനെ ചെയ്യാണെങ്കിലും ഹരീഷ് ചേട്ടാ, ഇപ്പൊ ആദ്യമായിട്ടാണ് മോന്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമയില്. അപ്പോ മോനിപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, വീട്ടിൽ ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ അഭിനയിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ അവര് ചെറുപ്പം മുതൽ തന്നെ, ഇപ്പൊ ഇയാളും വിഷ്ണുവിന്റെ അനിയൻ വൈദി എന്റെ കൂടെ ആദ്യം ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്, ആ സൈക്കിൾ. അപ്പൊ വൈദി ആണെങ്കിലും വിഷ്ണു ആണെങ്കിലും രണ്ടുപേരും ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് കാണുന്നതാണല്ലോ. അതായത് എന്റെ വീട് എന്ന് പറയുന്നത് എപ്പോഴും വളരെ ചെറുപ്പം മുതൽ റിഹേഴ്സൽ ക്യാമ്പുകൾ പോലും ഉണ്ടാവുന്ന സ്ഥലമാണ്. നാടകത്തിൻ്റെതാണെങ്കിൽ അപ്പം വളരെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരായ ആളുകൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനത്തെ അവർ കണ്ടിങ്ങനെ വളരുന്നതാണ്. അപ്പൊ അതിന്റെ ഉള്ളിലായിരുന്നു അവരൊക്കെ, ജനിച്ചന്ന് മുതൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇത് കണ്ട് 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 വളർന്ന ആൾക്കാരാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അവരും വളർന്നു കഴിഞ്ഞപ്പോൾ അവർ സിനിമയുടെ പുതിയ ടെക്നോളജിയും കാര്യങ്ങളും സാധാരണ പ്രേക്ഷകന്റെ പോലെ തന്നെ കണ്ടെത്തുകയും അഭിപ്രായങ്ങൾ പറയുകയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവരെ അതിൻ്റെതായ രീതിയിൽ സ്വതന്ത്രമായി വിടുക എന്നുള്ള അവസ്ഥയിലും അതുകൊണ്ട് തന്നെ അവരെ കൂടെ അഭിനയിക്കുന്ന സമയത്തും ഒരു പുതുമയൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. കാരണം നമ്മളെ കൂടെയുള്ള മറ്റൊരു ആക്ടറുടെ കൂടെ ചെയ്യുന്നത് പോലെ തന്നെ തോന്നാറുള്ളൂ. ഇപ്പൊ ആഗ്രഹം ഉണ്ടായിരുന്നു മോന്റെ കൂടെ ഒരു മോനെ നായകനാക്കി സിനിമ ചെയ്യണം എന്നുള്ളത്? അങ്ങനെയല്ല. സത്യത്തിൽ ഈ സിനിമയിലേക്ക് നമ്മൾ ഇതിന്റെ തിരക്കഥാകൃത്തും കഥയും തിരക്കഥയും സംഭാഷണം ഇത് ശാന്തകുമാർ. ശാന്തന്റെ അവസാനത്തെ സ്ക്രിപ്റ്റ് ആയിരുന്നു. ശാന്തകുമാർ നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പൊ 2 വർഷമായി. അപ്പം അദ്ദേഹം തന്നെയാണ് വിഷ്ണുവിനെയൊക്കെ സെലക്ട് ചെയ്തത്. ശരിക്കും ശാന്തനായിരുന്നു പറഞ്ഞു ഈ ക്യാരക്ടറുടെ വിഷ്ണു ചെയ്ത നന്നാവിടെ ഹരീഷ് എന്നോട് പറഞ്ഞത് ശാന്തനാണ്. അപ്പൊ അപ്പോഴാണ് ഞാൻ വിഷ്ണുവിനെ പറ്റി ആലോചിക്കുന്നതൊക്കെ. അങ്ങനെയാണ് അതിലേക്കൊക്കെ സ്റ്റോറി പറഞ്ഞപ്പോ റിയാക്ഷൻ ഓക്കെ ആണ്, ഇഷ്ടപ്പെട്ടു? ഭയങ്കര സന്തോഷമല്ല, അവര് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ. ഇപ്പം കുറെ നാൾക്ക് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് മൂവിയിലൊക്കെ കേറിയത്. അപ്പൊ അത് ആ ഗ്യാപ്പ് എന്തായിരുന്നു ഇടയ്ക്ക്? ഇടയ്ക്ക് കുറച്ച് തമിഴില് കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പം തമിഴിന്ന് ഒരു ഗ്യാപ്പ്. അതായത് തമിഴില് ഞാൻ 75 സിനിമകൾ കഴിഞ്ഞു, മലയാളത്തിൽ 80 സിനിമകൾ. ഇപ്പൊ 5 സിനിമ കൂടി കഴിഞ്ഞാൽ മലയാളത്തിൽ ക്ലോസ് ചെയ്യും തമിഴ്. തെലുങ്കിൽ ഏതാണ്ട് ഒരു 10-15 സിനിമകൾ ആവാറായി. അപ്പൊ അങ്ങനെ ഗ്യാപ്പ് എന്നൊരു സാധനം ഈ മലയാളത്തിൽ ഉണ്ടാവാൻ കാരണം തമിഴും തെലുങ്കും ബിസി ആയതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അങ്ങനെയല്ല, ഞാൻ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും തമിഴ് മൂവീസ് ആട്ടോ കാണും, തമിഴ്നാടാണ്. അപ്പൊ തമിഴില് ഇടയ്ക്ക് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടില്ല. അപ്പൊ ചോദിച്ചു എനിക്ക് തെലുങ്ക് അറിഞ്ഞൂടാ, എനിക്ക് തെലുങ്ക് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തത് കുംകി 2 ആണ്. അതിന്റെ മുന്നേ റിലീസ് ചെയ്തത്, പിന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന രട്ടത്തലയാണ്. 27 IPL ആണ്. ഇതൊക്കെ തമിഴ് സിനിമകൾ. ചിരഞ്ജീവി സാറിന്റെ കൂടെ ഒരു തെലുങ്ക് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ സെന്തിൽ ചേട്ടൻ ഈ മൂവിയിൽ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ പറഞ്ഞു കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ അതെന്താണ്? ഇപ്പൊ വില്ലനാണോ അല്ലെങ്കിൽ കുറച്ച് ഗൗരവമുള്ളതാണോ സീരിയസ് ആയിട്ടുള്ളതാണോ?
അതിന് എന്റെ ക്യാരക്ടർ അങ്ങനെ അങ്ങനെ പറയത്തില്ല. തുറന്നു പറയാണ്ടിരിക്കാൻ വേണ്ടി ഡിഫറെന്റ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുമ്പോ എല്ലാരും ഡിഫറെന്റ് എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് ട്രെയിലർ നോക്കിയിട്ട് എല്ലാവരും ഭയങ്കര സീരിയസ്. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനെ അതിലുണ്ട്. അപ്പൊ ഇന്ദ്രൻ ചേട്ടനെ നോക്കിയാലും എല്ലാവരും ഭയങ്കര ട്രെയിലർ നോക്കിയാൽ ഭയങ്കര സീരിയസ് ആയിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് ഇങ്ങനെ കൊലപാതകമാണോ, എന്തെങ്കിലും ക്രൈം ത്രില്ലർ ആണോ, എന്താ സംഭവം? എല്ലാവരും അതിൽ സീരിയസ് ആണ് ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നായകൻ കാണുമ്പോൾ മാത്രമാണ് കുറച്ച് വ്യത്യാസം. ഭയങ്കര പ്രാധാന്യം അറിയിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിനെ ഇതാക്കണ്ട. അപ്പൊ ഇന്ദ്രൻ ചേട്ടനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റിലൊക്കെ? ഭയങ്കര ഹാപ്പി ആയിരുന്നു സമയത്ത്. അതുകൊണ്ടാണ് വരാത്തെ. ജോളിയായിരിക്കുന്ന ഒരു മനുഷ്യൻ. പുള്ളിയുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? ഓക്കെ. ഫസ്റ്റ് മൂവിയിൽ ഇപ്പൊ നായകനായിട്ട് ചെയ്യുമ്പം എന്തെങ്കിലും ഡിഫറെന്റ് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രയും ഒരു ലോങ് ആയിട്ട് നായകനും നായികയായിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ അച്ഛൻ നിൽക്കുമ്പോ നായികയായിട്ട് എന്തെങ്കിലും സീൻ ചെയ്യുമ്പോ എന്തെങ്കിലും ചമ്മലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനത്തെ സീൻ അച്ഛൻ കൊടുത്തില്ല. അങ്ങനത്തെ സീനൊന്നും പോലെ കല്യാണം പഠിത്തു കഴിഞ്ഞാണ് മരുമോള് പറഞ്ഞ അങ്ങനെയുള്ള സീനൊക്കെ കല്യാണം കഴിഞ്ഞു. ആ സീനെല്ലാം ഹരീഷേട്ടൻ ചെയ്തു. നായകനെന്ന് പറയുമ്പോ ഓക്കെ എനിക്കപ്പൊ റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുകയോ അച്ഛൻ പറഞ്ഞ് വേണ്ട. അങ്ങനെ അത് വിഷമമുണ്ട് ആ സീൻ മാറ്റിയപ്പോ. നായികയിലൂടെ ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പോ ഭയങ്കര ഇപ്പം റൊമാൻറ്റിക് അല്ല, കുറച്ച് റൊമാൻറ്റിക് ആണെന്ന് തോന്നി. ഇപ്പൊ സീരിയസ് ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ നായികയെടുത്ത് ടോക്സിക് ആവുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ ഒരു ക്യാരക്ടർ? പിന്നെ നായികയുടെ അടുത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ഇപ്പൊ അഭിനയിക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ദിവസം അല്ല ആദ്യത്തെ 2 ദിവസമൊക്കെ എനിക്ക് അതിൻ്റെതായിട്ട് ഫസ്റ്റ് അഭിനയിക്കുമ്പോഴുള്ള ഒരു ടെൻഷൻ അല്ല, നമുക്ക് ആദ്യം ഇതിന്റെ ഒരു ഫ്ലോ കിട്ടണ്ടേ. ഇപ്പൊ നമ്മൾ എന്തൊരു വർക്കിന് കയറി കഴിഞ്ഞാലും നമുക്കൊരു ട്രെയിനിങ് ഉണ്ടാവുമല്ലോ. എന്റെ ട്രെയിനിങ്ങും എല്ലാം എനിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛനെ കടത്തി വെട്ടിച്ചു മകൻ അഭിനയത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ അഭിനയൊക്കെ സെറ്റില്? ഇല്ല. ഓക്കെ. അപ്പൊ ഇനി ഇത് ലൈഫ് ഫുൾ മൂവീസ് ചെയ്യാനാണോ അപ്പം പ്ലാൻ? ചെറുപ്പം തൊട്ടുള്ള ഇതേപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഒരു പടത്തിലെങ്കിലും അഭിനയിക്കുക, ഒരു പടമെങ്കിലും ഡയറക്ട് ചെയ്യാൻ തന്നെയാണ് എന്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം. അതിലേക്ക് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മൂവീസിൽ ഇപ്പം ഷൂട്ടിങ്ങിനിടയിൽ എന്തെങ്കിലും ഫൈറ്റിംഗ് സീനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഷൂട്ടിംഗ് സമയത്ത്? ബേസിക്കലി അങ്ങനെ ഒരു സ്റ്റോറി അല്ല ഇതിന്റെ ഒരു കഥയുടെ ഒരു ഇത് കിടക്കുന്ന പശ്ചാത്തലം കിടക്കുന്ന ഒരു എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്, സ്കൂൾ അധ്യാപകനാണ്, ഒരു കണക്ക് മാഷാണ്. മറ്റേ കണക്ക് മാഷ് പോലെയാണ് മറ്റേ മോഹൻലാലിന്റെ സ്ഫടികം സിനിമയിൽ അങ്ങനത്തെ. നമുക്ക് കണക്ക് മാഷ് എന്ന് പറയുമ്പോ ആ ഒരു ക്യാരക്ടർ ഓർമ്മ വരുന്നു. അപ്പൊ അങ്ങനെ ഒരു കണക്ക് മാഷാണ്, കണക്ക് മാഷിന്റെ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന. അല്ലാതെ അപ്പൊ അതിലൊരു ഭയങ്കരമായ മറ്റുള്ള മാനസിക സംഘർഷങ്ങളാണ് കൂടുതൽ. അല്ലാതെ അപ്പൊ ഈ മധുര കണക്കെന്നുള്ള പേര് വരാൻ കാരണം അതൊരു ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്തായിരുന്നു ഞാൻ ശാന്തനും കൂടെ ഇങ്ങനെ കഥ ഇങ്ങനെ ശാന്തൻ പറഞ്ഞ് അത് ആലോചിക്കുകയും ചെയ്തു. ശാന്തകുമാർ എന്ന് പറയുന്നത് ഒരുപാട് അക്കാദമി അവാർഡുകളും ഒക്കെ വാങ്ങിയ നാടകകൃത്ത്, വളരെ പ്രശസ്തനായ നാടകകൃത്താണ്. അദ്ദേഹത്തിന്റെ രചനകൾ കേരളം മുഴുവൻ ആഘോഷിക്കപ്പെടുന്നതാണ്, ഇപ്പോഴും പല വേദികളിലും ആഘോഷിക്കപ്പെടുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു കഥ ആലോചിച്ച സമയത്ത് നമ്മൾ ആദ്യം മറ്റൊരു പേരായിരുന്നു പറഞ്ഞിരുന്നത്. ആ പേരല്ലാത്തൊരു പേരിന് വേണ്ടി ഇങ്ങനെ കുറെ അന്വേഷിച്ച ശാന്തൻ തന്നെയാണ് ഇങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക്. ഇപ്പം സെന്തിൽ ചേട്ടന് ഏറ്റവും കൂടുതൽ ഹിറ്റായ മൂവി മണിച്ചേട്ടന്റെ മൂവിയാണ്. അപ്പൊ അതിനുശേഷം ആണ് നല്ലത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കിട്ടിയെന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, ആ സിനിമ കഴിഞ്ഞ് അത് കണ്ടിട്ടാണല്ലോ നമ്മളെ അഭിനയത്തിന്റെ. അപ്പോ മണിച്ചേട്ടന്റെ ആരാധകനാണോ? പിന്നെ അദ്ദേഹത്തിന്റെ ആരാധകനല്ലേ. അപ്പോ ഇപ്പോഴും ആ സിനിമ കാണുന്ന ആൾക്കാർ ഇപ്പോഴും വന്ന് പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിൽ പതിഞ്ഞ ആ ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഒരുപാട് കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, അമ്മമാർക്കും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ, സാധാരണക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇപ്പോഴും ആ ഒരു സിനിമ ഇപ്പോഴും അത് ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇതിലെ നായികയെ പറ്റി അപ്പൊ എന്താ പറയാനുള്ളത്? ആമിന നല്ലോണം കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആമിനയിൽ എല്ലാ ആൾക്കാരും കുറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ
എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നായകന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും തുടക്കം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതും ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ഒരു ഓൾറെഡി ചെയ്ത ഒരാളെടുത്താകുമ്പോൾ അയാളുടെ എക്സ്പീരിയൻസും അങ്ങനെ കുറെ ആൾക്കാർ, എല്ലാ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ നേരത്തെ നമുക്കും കുറെ അതിൽ നിന്ന് പഠിക്കാമല്ലോ. അപ്പം നല്ല ക്യാരക്ടറാണ് അഭിനയുടെ ക്യാരക്ടർ. ഓക്കെ, ഇപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ കുറച്ച് ബെറ്റർ ക്യാരക്ടർ, നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഡിഫറെന്റ് ക്യാരക്ടറാണെന്ന്. അപ്പോൾ ഇത്രയും നാളും ചെയ്ത സിനിമയിൽ നിന്നും വ്യത്യസ്തമാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ? നോർമൽ ക്യാരക്ടർ അല്ല. വളരെ നമ്മളിപ്പോ ഒരു കഥ സെലക്ട് ചെയ്യാനും ഇതിന്റെ നിർമ്മാണ പരിസരത്തേക്കൊക്കെ ഞാൻ ഇറങ്ങാനും കാരണം ആ കഥയിൽ ഒരു വ്യത്യസ്തത ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. സെലക്ട് ചെയ്യാൻ റീസൺ ഡിഫറെന്റ് ആയതുകൊണ്ടാണ്. അതെ, അങ്ങനെ ഒരു വ്യത്യസ്തത നിലനിർത്തുന്നതുകൊണ്ടാണല്ലോ നമ്മൾ അതിന് താല്പര്യമെടുത്ത് തയ്യാറായിട്ട് ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇതില് എന്റെ കഥാപാത്രം മാത്രമല്ല, ഇപ്പൊ എന്റെ വൈഫായിട്ട് അഭിനയിച്ച നിഷ സാരംഗാണ്. നിഷയൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമയിലും അല്ലാതെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കോംബോ? പുള്ളിക്കാരിയുടെ ഫസ്റ്റ് ടൈം അല്ലേ അഭിനയിക്കുന്നത്? അതെ, അതാ ഞാൻ പറഞ്ഞത്. അത് അവർക്കൊക്കെ വളരെയധികം താല്പര്യം എടുത്തിട്ട് ഈ സിനിമ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് അവരൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. അതിന് കാരണം ഈ കഥ നൽകുന്ന ഒരു പുതുമ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര നാളത്തെ ഷൂട്ടായിരുന്നു? ഷൂട്ട് അധികം നാളൊന്നുമില്ല, എന്നാൽ 2 ഷെഡ്യൂളായിട്ടാണ് ഞങ്ങൾക്ക് പൂർത്തിയാക്കിയത്. ഏതാണ്ട് ഒരു 10-30 ദിവസം. 30 ദിവസം. ഇപ്പോൾ നായകനോട് ചോദിക്കുള്ളൂ. ഇപ്പോൾ സാധാരണ നമ്മളൊരു സിനിമയിൽ നായകനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരു നടന്റെ മുഖം വരുമല്ലോ. പൃഥ്വിരാജ്, ടൊവിനോ, അങ്ങനെ ഇങ്ങനെ ഇവരുടെ പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാലോ അങ്ങനത്തെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുറച്ച് വില്ലൻ ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യാൻ താല്പര്യം. വില്ലൻ ചെയ്യാനാണ് ഇഷ്ടം, അച്ഛന്റെ പാത പിന്തുടരാൻ. എനിക്ക് വില്ലൻ ഷെയ്ഡുള്ള ഇപ്പം എനിക്ക് കുറച്ച് അങ്ങനത്തെ ക്യാരക്ടർ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ വില്ലൻ ക്യാരക്ടർ അല്ലാതെ ഭയങ്കര പാവമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. വെറൈറ്റീസ് ചെയ്യണം തന്നെയാണ്. ഈ അച്ഛന്റെ സിനിമ ചെറുപ്പത്തിലൊക്കെ കാണുമ്പോൾ വില്ലന്റെ കുറച്ച് ക്യാരക്ടർ ആകുമ്പോൾ തോന്നിയിട്ടുണ്ടോ അച്ഛൻ എന്തിനാ ഇങ്ങനെ വില്ലന്റെ ക്യാരക്ടർ ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്, ഭയങ്കര ഫാനാണ് അച്ഛന്റെ വില്ലൻ ക്യാരക്ടറിലോട്ടൊക്കെ ഭയങ്കര ഫാൻ. പക്ഷെ എനിക്ക് ചില സിനിമ കാണുമ്പോൾ എനിക്ക് വില്ലന്റെ ക്യാരക്ടർ പേടിയോ. എനിക്ക് അച്ഛന്റെ വില്ലൻ ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്റെ അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ഏതെന്ന് വെച്ചാൽ അച്ഛന്റെ വില്ലൻ ക്യാരക്ടറില്ല. എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും പറയാം, ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ദിലീപേട്ടന്റെ അച്ഛനായിട്ടുള്ള അഭിനയിച്ച ക്യാരക്ടറാണ് എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ. എന്തുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടാൻ കാരണം? അത് ആ സിനിമ കാണുമ്പോഴാണെങ്കിലും നമ്മളൊരു സീൻ, അത് ഈ ക്യാരക്ടറിനെ നമ്മൾ കാണും. ഈ ക്യാരക്ടറിന്റെ ഫുള്ള് പരിപാടി, ഈ ക്യാരക്ടർ സ്ക്രീനിൽ പോകും. കുറച്ചു നേരം സ്ക്രീനിലേ ഇല്ലാതെ അവസാനം എനിക്കൊന്ന് കാനഡയിൽ അവിടെ ആണല്ലോ ദിലീപേട്ടന്റെ ക്യാരക്ടറാണ്. എന്നിട്ട് ദിലീപേട്ടൻ ഈ ഷർട്ട് എടുത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ക്യാരക്ടറിന്റെ ഇമ്പാക്ട് നമുക്ക് അവിടെ മനസ്സിലാവും. അതുകൊണ്ടാണ് എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം. പിന്നെ അച്ഛൻ സ്ഥിരം ചെയ്യുന്ന ക്യാരക്ടറിൽ നിന്ന് വെറൈറ്റി ആയിരുന്നു. അതേപോലെ എനിക്ക് പിന്നെ ഇഷ്ടമുള്ള ക്യാരക്ടറാണ് പ്രേതം സിനിമയിൽ അച്ഛൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടൊരു കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഇത് രണ്ടുമായിരുന്നു മൈൻഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ? ഫേവറേറ്റ് വേണമെങ്കിൽ പറയാം. അല്ലാതെ അങ്ങനെ ബാക്കി ക്യാരക്ടേഴ്സ് ഇഷ്ടമല്ലെന്നല്ല, പക്ഷെ എന്നാലും പേഴ്സണൽ ഫേവറേറ്റ്. ഇപ്പം പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പറയുമായിരുന്നു അച്ഛന്റെ സിനിമയൊക്കെ അടിപൊളിയാണ്, മോനിന് എന്നാ സിനിമയൊക്കെ ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. നീ സിനിമയിൽ കയറൂ, നീ സിനിമയിൽ അഭിനയിക്കുമോ എന്നൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കൂടുതലും ചോദിച്ചത് എനിക്ക് കോളേജിലൊക്കെ പഠിക്കും. ഇങ്ങനെ ചോദിക്കും, അച്ഛനോട് പറഞ്ഞ് എനിക്കൊരു ചാൻസ് മേടിച്ചു തരും. അച്ഛൻ അങ്ങനെയല്ല, അത് ഡയറക്ടർ പറയുന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ പറയുന്നു, അവരുടെ ഇത് വെച്ചിട്ട് അവർക്ക് ആ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നിക്കഴിഞ്ഞാൽ, അല്ലാതെ അച്ഛൻ ഒരിക്കലും നിർബന്ധിച്ചിട്ട് അത് എന്താണെങ്കിലും സംഭവിക്കാൻ പോകുന്നില്ല. ഉറപ്പായിട്ട് പറയാം. ഇത് തന്നെ ശാന്തേട്ടനാണ് ശരിക്കും അച്ഛന്റെ ഫ്രണ്ടാണ്, പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ ശാന്തേട്ടാന്ന് വിളിക്കണം. അതുകൊണ്ട് ശാന്തേട്ടാന്ന് പറഞ്ഞു. ശാന്തേട്ടനാണ് എന്റെ ക്യാരക്ടറിൽ ഇപ്പൊ എന്നെ കാസ്റ്റ് ചെയ്തത്, ശരിക്കും ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഈ ക്യാരക്ടർ എന്നിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോ ഇനി അടുത്ത ആൾക്കാർ വരാനുണ്ട്. അപ്പൊ ബാക്കി ക്രൂ മെമ്പേഴ്സിനെ പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു അവരുടെ കൂടെയുള്ള ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനായാലും? സംവിധാനം ചെയ്തിരിക്കുന്ന രാധേശ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വർഷം 30 വർഷത്തിലും മേധയായിട്ട് മലയാള സിനിമയിലെ വലിയ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തത്. അദ്ദേഹത്തെ അറിയാത്തവരാരും മലയാള സിനിമയിൽ ഉണ്ടാവില്ല. പക്ഷെ ശ്യാം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ഇതാണ്. അപ്പം ഈ കഥ എൻ്റെ കയ്യിൽ വന്ന സമയത്ത് ഒരു ദിവസം ശ്യാമുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് ശ്യാമിനത് സംവിധാനം ചെയ്തുകൂടാ എന്ന് ചോദിച്ചു. അതായത് ശ്യാമ ആദ്യം വിചാരിച്ചു ശ്യാമിനെ നമ്മൾ സാധാരണ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള ആ ലെവലിൽ മാത്രമാണെന്ന് വിചാരിച്ചു. ശ്യാമരുടെ നിങ്ങൾക്ക് തന്നെ എന്തുകൊണ്ട് സംവിധാനം ചെയ്തുകൂടാ എന്നുള്ള ഒരു ചർച്ചയിൽ നിന്നാണ് ശ്യാമിന് തന്നെ അങ്ങനെ ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്നത്. ഒരുപാട് കാലമായിട്ട് അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ചൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തെ ഞാനൊന്ന് വെറുതെ ഒന്നിങ്ങനെ വരസിയെന്ന് മാത്രം. അപ്പോൾ
അപ്പോൾ അതിന് തയ്യാറാവുകയും അതിന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഷെഡ്യൂളിലേക്കൊക്കെ പോയപ്പം ഒക്കെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ആ എക്സ്പീരിയൻസ് ആണ് ശരിക്കും നമുക്ക് അറിയാൻ പറ്റിയത് ഒരുപാട്. അതുപോലെ ഇതിൽ നിഷ, ഇന്ദ്രൻ സേട്ടൻ, സനൂജ സോമനാഥ്, ഈ പറഞ്ഞ ആമിന, ഹരീഷ് ഖന്ന ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തത്, നിർമ്മലിന്റെ ക്യാരക്ടർ ഒക്കെ. ഇതിലൊന്നും കഥാപാത്രങ്ങൾ അങ്ങനെ വെളിപ്പെടുത്താത്ത എന്താ വെച്ചാൽ എല്ലാവരും ഈ കഥയെ ബാധിക്കണ്ട എന്ന് എല്ലാവരും സിനിമയിൽ പോയി കണ്ട് അങ്ങനെ മനസ്സിലാക്കേണ്ട ക്യാരക്ടേഴ്സും കൂടിയാണത്. നിർമ്മലിന്റെ എക്സ്പീരിയൻസ്, നിർമ്മലിന്റെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? അല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് ആഗ്രഹിക്കും ചില വേഷം, ചില സിനിമകൾ കാണുമ്പോൾ അയാൾ ചെയ്ത് അങ്ങനത്തൊക്കെ കിട്ടിയ രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. കുറെ നാൾ ആഗ്രഹിച്ചു ഇങ്ങനത്തെ ഒരു റോള് കിട്ടിയിരുന്നെങ്കിലും. സ്ഥിരം ഒരു കൗണ്ടർ അടിക്കാൻ പറ്റുന്ന നായകൻ പറയുന്നതിന്റെ സൈഡിൽ നിന്ന് ഒരു ചിരി കിട്ടാൻ വേണ്ടി കൗണ്ടർ അടിക്കുന്നതായിരുന്നു. അപ്പൊ ഇതില് നായകന്റെ കൂടെയാണോ? നായകന്റെ കൂടെയുള്ള സീനുകൾ, ഹരീഷേട്ടന്റെ കൂടെയുള്ള സീൻ, നായകനായിട്ട് ബന്ധമില്ലെങ്കിൽ ഹരീഷേട്ടന്റെ കൂടുതലുള്ള സീനാണ് ഇതിൽ. ഹരീഷേട്ടന്റെ ലൈഫിൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തീർച്ചയായും ആ ലൈഫിലേക്ക് കടന്നു വരികയാണ്, ആ വീണ്ടും പുതിയ ലൈഫിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതിന്റെ സംഭവമാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടുക, അത് ഹരീഷേട്ടന്റെ കൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി. കാരണം ഞാനും നിർമ്മലും കൂടെ ഇതിനു മുൻപ് ഐശ്വരതി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു. അതിൽ ഭയങ്കര ക്യാരക്ടറെ നിർമ്മല ചെയ്തിരുന്നത്. എന്റെ ഒരു കഥാപാത്രം ഒരു ലീഡ് ക്യാരക്ടറിനെ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ഞങ്ങൾക്ക് അത് വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും ഒരു ഇത് നിർമ്മലിന്റെ ആ ഡേറ്റിനെ കാത്തിരിക്കുകയാണ് സത്യത്തിൽ. ഞാൻ വെയിറ്റ് ചെയ്യുന്നു, കാരണം ആ ഒരു ഓർമ്മ ഉണ്ട് എനിക്ക് അതിൽ വെച്ച് ഗംഭീരം. അപ്പൊ അത് ഇതിലും അതേപോലെ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അതേപോലെ സെന്തിലിൻ്റെതാണെങ്കിലും സെന്തിൽ ഈ സിനിമയുടെ ആദ്യ ദർശകളിൽ തന്നെ മറ്റൊരാൾ ആലോചിച്ചിട്ടില്ല. സെന്തിൽ തന്നെയാണ് ശാന്തനും ഞാനും ശ്യാമൊക്കെ ഉള്ള ചർച്ചകളിൽ ആദ്യം തന്നെ വന്ന ഒരു പേരാണ് ആ കഥാപാത്രം സെന്തിൽ. അതേപോലെ അത് മറ്റൊരാൾ ആലോചിക്കേണ്ടേ വന്നിട്ടില്ല. അത് തുടക്കം മുതലേ അതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ നിന്നിരുന്നു. സെന്തിൽ വന്നത് ചെയ്യുമ്പോഴും ആ കമ്മ്യൂണിക്കേഷൻ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്തു. ഇതിലൊരു കാര്യം പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ശാന്തേട്ടനെ ആയിട്ട് എനിക്ക് നേരിട്ട് അത്ര വലിയ ബന്ധം ഉണ്ടാകാൻ പറ്റിയിട്ടില്ല. ശാന്തേട്ടനെ ദൂരെ നിന്ന്, ശാന്തേട്ടൻ്റെ നാടകങ്ങളും ശാന്തേട്ടൻ്റെ വർക്കുകളും ദൂരെ നിന്ന് കാണാൻ മാത്രം ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ. ഇപ്പം ഹരീഷും പിന്നെ ഹരീഷേട്ടനും നമ്മുടെ ഹരീഷും ദേവരാജ് ഇവർക്കൊക്കെ ശാന്തേട്ടനായിട്ട് നേരിട്ട് പരിചയമായിരുന്നു. ശാന്തേട്ടൻ നമ്മളെ വിട്ടുപോയി. ആ വിട്ടുപോയതിനിടയിൽ ശാന്തേട്ടൻ്റെ ഒരു കഥാപാത്രം അതെനിക്ക് കിട്ടാൻ പറ്റിയ വലിയ ഭാഗ്യമായിട്ട്. ഇതിലിപ്പോ ആരുടെ കൂടെയാണ് പേരായിട്ട് പേരല്ല, കൂടുതൽ കോമ്പിനേഷൻ ആയിരുന്നു കൂടുതലുള്ളത് ഹരീഷ് ചേട്ടനാണ്. അപ്പൊ നായകനും വേറിട്ടൊന്നും വലിയ കോമ്പിനേഷൻ ഇല്ല. പിന്നെ ഹരീഷ് കണാരൻ ചേട്ടനുമായിട്ട് ഒരു സീനുണ്ട്. അപ്പൊ ഇതില് മ്യൂസിക്സും കാര്യങ്ങളൊക്കെ മ്യൂസിക് ചെയ്തത് പ്രകാശ് അലക്സ്. ലവ് കോംബോ മ്യൂസിക്സ് ഒക്കെ ഉണ്ടോ? റൊമാൻറ്റിക് സോങ് ഉണ്ട്. ഒരു വെഡിങ് ഇതിൽ നിൽക്കുന്ന ആംബിയൻസിൽ നിൽക്കുന്ന ഒരു സോങ് ഉണ്ട്. രണ്ട് സോങ് ആണ് ഇതിലുള്ളത്. ടോട്ടൽ 2 സോങ്. അതെ. പിന്നെ പ്രകാശ് ചേട്ടനെ കുറച്ച് എടുത്ത് പറയണം ഇതില്. പ്രകാശ് ചേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതില് ഭയങ്കര അടിപൊളിയായിട്ട്. അതുപോലെ ഗാനത്തിന്റെ രചന സന്തോഷ് വർമ്മയാണ് ഒരു ഗാനം. രണ്ടാമത് നിഷാന്ത് കുടപ്പനാണ്. ഓക്കെ. അപ്പം മ്യൂസിക്സ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പം റൊമാൻറ്റിക് മൂവിയില് ഇപ്പൊ ആദ്യമായിട്ടാണ് അങ്ങനത്തെ സോങ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങനെ തോന്നും ഓക്കെ അടിപൊളിയാക്കണം. ഞാൻ ഇപ്പൊ അഭിനയിക്കുന്നതിനെ കാട്ടിയും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ടഫാന്ന് തോന്നുന്നു ഒരു മ്യൂസിക്കിൽ നമ്മൾ റൊമാൻറ്റിക് ആയിട്ട് അഭിനയിക്കാൻ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു മ്യൂസിക്കിൽ അഭിനയിക്കുമല്ലേ? ഇങ്ങനെ ഒബിയസ്ലി എനിക്ക് അഭിനയിക്കാൻ നേരത്തെ ഇതേപോലെ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചെറിയൊരു ഫ്ലോ കിട്ടാനുള്ള ഒരു പാടുണ്ട്. പക്ഷെ ഈ സോങ് ഒക്കെ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചൊന്ന് ഇൻടു ദാറ്റ് സിനിമ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തേട്ടനെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം. മ്യൂസിക് ഡയറക്ടർ പ്രകാശ് ചേട്ടൻ എനിക്ക് കുറെ നാളായിട്ട് എന്റെ വലിയ ഫ്രണ്ടാണ് പ്രകാശ് ചേട്ടൻ. പിന്നെ ഡയറക്ടർ ശ്യാമേട്ടനെ എനിക്ക് കുറെ നാളായിട്ട് അറിയാം. അപ്പൊ എനിക്ക് അറിയാവുന്ന ആൾക്കാർ, ഞാൻ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു എന്റെ ചുറ്റും. അപ്പൊ എനിക്കിത് ഒരു വേറെ സ്ഥലത്ത് പോയിട്ട് ചെയ്യുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ല രസകരമായിട്ട് നല്ല ഫണ്ണൊക്കെ ആയിട്ടായിരുന്നു. ഇപ്പം അച്ഛന്റെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോ ഇപ്പൊ പെട്ടെന്ന് ടെൻഷനാണോ അതോ കംഫർട്ടാണോ? ഇത് നമുക്ക് രണ്ട് സൈഡ് വരാം. ചിലപ്പം പേടിയാകാം അച്ഛൻ നിൽക്കുന്ന അയ്യോ എങ്ങനെ അഭിനയിക്കില്ലെങ്കിൽ നമുക്ക് കംഫർട്ടും വരാം. അപ്പൊ ഇതിൽ ഏത് സൈഡായിരുന്നു ഉണ്ടായിരുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അച്ഛനായിട്ട് ഒരു സീൻ ഉണ്ട് ഇതില്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആ ദിവസത്തേക്ക്. ആ സീനിൽ അച്ഛൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുകയാണല്ലോ ക്യാമറയിൽ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ അച്ഛനായാലും മോനായാലും ഇതുപോലെ ആദ്യമായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആയിരുന്നല്ലേ അത്? അതെ അതെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ മധുരക്കണക്ക് എന്തായാലും ഞാൻ പോയി കാണാം പറയാം. അപ്പൊ നിങ്ങൾ ആരും ഇങ്ങനെ പറയാത്തോണ്ട് നിങ്ങളെ
ക്യാരക്ടർ എന്താന്ന് പറയാത്തോണ്ട് അപ്പൊ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് അതെന്തായാലും പോയി കാണാൻ വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി ക്യാരക്ടേഴ്സ് എല്ലാവരും കാണുമ്പോൾ സാധാരണ എല്ലാവരും നമ്മളൊരു സ്റ്റീരിയോടിപ്പിക്കലായിട്ട് ചിന്തിക്കും ഇയാൾ ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും, അങ്ങനത്തെ ഒരു ആ ഒരു ഇത് ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എല്ലാവരും. എല്ലാവരും ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ് പോയി കാണാനായിട്ട്, എല്ലാവരും ഡിഫറെന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.